ഹായ് ഓൾ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് കേരള ബാങ്ക് 500/2023 കാറ്റഗറി നമ്പറിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പേ ഓഫ് സ്കെയിൽ വരുന്നത് 20,280 മുതൽ 54,720 വരെയാണ്. ഇന്റർവ്യൂവിന്റെയും ഡിക്റ്റേഷൻ ടെസ്റ്റിന്റെയും ബേസിലാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് റാങ്ക് ലിസ്റ്റ് എഫക്ട് ചെയ്യുന്നത് 4/8/2025 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേര് നോക്കാം. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഗോപിക GS ആണ്. അതിൽ ഇന്റർവ്യൂവിന്റെ മാർക്കും ഡിക്റ്റേഷന്റെ മാർക്കും ബേസ് ചെയ്ത് ടോട്ടൽ മാർക്ക് കൊടുത്തിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ടെന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ദെൻ മെയിൻ ലിസ്റ്റ്, സപ്ലിമെന്ററി ലിസ്റ്റ് അങ്ങനെ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കുറവ് ഇന്റർവ്യൂവിൽ മാർക്ക് വന്നിരിക്കുന്നത് 10ഉം ഡിക്റ്റേഷനിൽ ഏറ്റവും കുറവ് മാർക്ക് വന്നിരിക്കുന്നത് 33ഉമാണ്. സോ അത്രയും ബെറ്റർ ആക്കി എഴുതിയാലാണ് നമുക്ക് അത്രയും മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. സോ ഡിക്റ്റേഷൻ എന്നും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഹാൻഡ് അതിനോടൊപ്പം തന്നെ നീങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ പേര് നോക്കാം. എത്ര പേരുണ്ടെന്ന് നോക്കാം. മെയിൻ ലിസ്റ്റിൽ 42 പേര്, സപ്ലിമെന്ററി ലിസ്റ്റിൽ 8 പേര്, ഷെഡ്യൂൾഡ് കാസ്റ്റിൽ 6 പേര്, ഷെഡ്യൂൾഡ് ട്രൈബ് 3 പേര്, മുസ്ലിം കാറ്റഗറിയിൽ 8 പേര്, ലാറ്റിൻ കത്തോലിക്സ് 3 പേര്, OBCയിൽ വന്നിരിക്കുന്നത് 5 പേരാണ്, വിശ്വകർമ്മയിൽ വന്നിരിക്കുന്നത് 4 പേരാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്നത് 5 ഉദ്യോഗാർത്ഥികളാണ്. ധീവര 2 പേരാണ്, ഹിന്ദു നാടാർ 3 പേര്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ 3 പേര്, ലിസ്റ്റ് ഓഫ് ഡിഫറെന്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ഫോർ 3% റിസർവേഷൻ കൊടുത്തിരുന്നത് ഹിയറിംഗ് ഇംപെയർഡും ലോ വിഷനുമാണ്. ലോ വിഷൻ ഇല്ല, ഹിയറിംഗ് ഇംപെയർഡ് ഇല്ല. ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഓർ സെറിബ്രൽ പാൾസി അതിൽ 2 പേരാണ് വന്നിരിക്കുന്നത്. ദെൻ ടോട്ടൽ നമുക്ക് നോക്കാം. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 42 പേര്, സപ്ലിമെന്ററി ലിസ്റ്റിൽ 53 പേര്, ഡിഫറെന്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൽ 2 പേര്, റാങ്ക് ലിസ്റ്റിൽ ടോട്ടലായിട്ട് വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 97 പേരാണ്. റീവാലുവേഷനോ റീചെക്കിങ്ങിനോ ഡിക്റ്റേഷന്റെ ആൻസർ സ്ക്രിപ്റ്റിന്റെ ഫോട്ടോ കോപ്പിക്ക് അലൗഡ് അല്ല. സോ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. ഇനി ലഭിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനിയും ചാൻസസ് ഉണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ സ്റ്റെനോഗ്രാഫറിന്റെ കോഴ്സ്, ക്രാഷ് കോഴ്സ് പോലെ സ്റ്റെനോഗ്രഫി മാത്രം, ഷോർട്ട് ഹാൻഡ് മാത്രമായിട്ട് നോക്കുന്ന ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈക്കോർട്ടിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, പേഴ്സണൽ അസിസ്റ്റന്റ് എന്നീ 2 പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. 2 മാസത്തേക്കാണ് കോഴ്സ് ചെയ്യുന്നത്. സോ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. കമന്റ് ചെയ്യുകയാണെങ്കിൽ റിപ്ലൈ ചെയ്യുന്നതാണ്. ഇനി എന്തെങ്കിലും കമന്റ്സ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ റിപ്ലൈ തരാവുന്നതാണ്. ഓക്കെ.